വെൽക്കം ടു അത്രഷിഹിനോടെ ബൈ T3 സൊല്യൂഷൻസ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഗ്രേഡ് 7 CBSE NCERT മാത്സ് എക്സസൈസ് 9.2 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. If the circumference of a circular sheet is 154 meters, find its radius. Also find the area of the sheet. ഇവിടെ ഒരു സർക്കുലർ ഷീറ്റ് ഉണ്ട്. ആദ്യം നമുക്ക് അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം, അതിനുശേഷം ഏരിയയും. ഇവിടെ രണ്ട് ടേംസ് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് സർക്കംഫറൻസും മറ്റൊന്ന് ഏരിയയും. ഈ സർക്കംഫറൻസും ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറിയുടെ ആ ലെങ്ത് മാത്രമാണ്. പക്ഷേ ഏരിയ എന്ന് പറയുമ്പോൾ ഉള്ളിലെ ആ ഭാഗം കൂടെ കൺസിഡർ ചെയ്യണം. ഇവിടെ ഈ സർക്കുലർ ഷീറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? πr². അപ്പോൾ ഇവിടെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ സർക്കുലർ ഷീറ്റിൻ്റെ റേഡിയസ് അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ റേഡിയസ് കണ്ടുപിടിക്കാൻ ഈ ഷീറ്റിൻ്റെ സർക്കംഫറൻസ് തന്നിട്ടുണ്ട്. സർക്കംഫറൻസിൻ്റെ ഫോർമുലയാണ് 2πr. 2πr = 154 meters എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് ഈ ഷീറ്റിൻ്റെ ഏരിയയും കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഷീറ്റിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാം. അതിനു മുമ്പായി ക്വസ്റ്റ്യനിൽ ഫിഗർ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു റഫ് ഫിഗർ വരയ്ക്കുക. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താ? സർക്കംഫറൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാം. ഗിവൺ സർക്കിളിൻ്റെ പെരിമീറ്ററിന് പറയുന്ന ടേമാണ് സർക്കംഫറൻസ്. അപ്പോൾ സർക്കംഫറൻസ് ഓഫ് ദിസ് സർക്കുലർ ഷീറ്റ് അത് എത്ര തന്നിരിക്കുന്നത്? 154 meters. ഇനി സർക്കംഫറൻസിൻ്റെ ഫോർമുല എഴുതാം. ഇവിടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫോർമുല എന്താ? 2πr. 2πr = 154 meters. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു പൈ എത്രയാ? 22 / 7 ഇൻറ്റു റേഡിയസ് അതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതാം. r = 154 meters. ഇവിടെ നമുക്കിനി റേഡിയസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 22/7 ആൻഡ് 2 ഈ നമ്പേഴ്സിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് മാറ്റണം. ഇവിടെ ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡും. സോ r = ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏതാണോ നമ്പർ ഉള്ളത് അതങ്ങനെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് 154 meters. ഇനി ഇവിടെ 7 ഡിനോമിനേറ്ററിലാണ്. അപ്പം നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മാറ്റുമ്പോൾ അത് ന്യൂമറേറ്ററിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 154 meters ഇൻറ്റു 7. ഇനി 2 ആൻഡ് 22 അത് ലെഫ്റ്റ് സൈഡിൽ ന്യൂമറേറ്ററിലാണ്. റൈറ്റ് സൈഡിലോട്ട് മാറ്റുമ്പോൾ നമുക്കത് ഡിനോമിനേറ്ററിലാണ് എഴുതേണ്ടത്. ഇവിടെ ഞാൻ വേറൊരു മെത്തേഡ് കൂടെ പറയാം. നമുക്കറിയാം സർക്കംഫറൻസ് = എത്രയാ? ഫോർമുല 2πr ആണ്. 2πr = പെരിമീറ്റർ ഓർ സർക്കംഫറൻസ്. അപ്പോൾ നമുക്കിതിൽ നിന്നും റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ r = പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 2π ഓർ സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 2π. ദാറ്റ് ഈസ് r = സർക്കംഫറൻസ് എത്രയാണ്? നമുക്ക് 154 meters ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പൈ it is 22/7. That is equal to 154 meters divided by 2. ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ 22/7 അതൊരു ഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. 22/7ൻ്റെ റെസിപ്രോക്കൽ എന്താ? 7 / 22. അപ്പോൾ നമുക്കിവിടെ 154 meters divided by 2 ഇൻറ്റു 7 / 22. രണ്ട് മെത്തേഡിൽ ചെയ്താലും നമുക്ക് സെയിം തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 154നെയും 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 / 2 ഇറ്റ് ഈസ് 1. 15 / 2 7 2s are 14. അപ്പോൾ നമുക്കിവിടെ 7 കിട്ടും. റിമൈൻഡർ ഉണ്ട് 1, അത് സൈഡിൽ ഇവിടെ എഴുതാം. എന്നിട്ട് അടുത്ത ഡിജിറ്റ് 4 അത് ആ 1ൻ്റെ റൈറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ നമുക്കിപ്പോൾ
14 ആണ് കിട്ടുന്നത്. ഇനി 14 ഡിവൈഡഡ് ബൈ 2, അപ്പോൾ നമുക്ക് 7 കിട്ടും. സോ 77 meters into 7 divided by 22. ഇനി നമുക്ക് 22നെയും 77നെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 22 ഡിവൈഡഡ് ബൈ 11 2, 77 ഡിവൈഡഡ് ബൈ 11 ഇറ്റ് ഈസ് 7. That is equal to 7 meters into 7 divided by 2. That is equal to 7 sevens are 49. 49 divided by 2, that much meters. That is equal to 49 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 divided by 2 it is 1. 4 divided by 2 it is 2. 9 divided by 2, 4 2s are 8. അപ്പോൾ നമുക്ക് 4 കിട്ടും. ഇവിടെ റിമൈൻഡർ 1 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 1 എഴുതാം. പിന്നെ നെക്സ്റ്റ് ഡിജിറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഒരു 0 ഇടാം. അപ്പം ഇപ്പോൾ നമുക്ക് 10 കിട്ടി. ഇനി 10 ഡിവൈഡഡ് ബൈ 2 ഇറ്റ് ഈസ് 5. അപ്പോൾ കോഷ്യനിൽ ഡെസിമലിന് ശേഷം 5 എഴുതാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 24.5 മീറ്റേഴ്സ്. അതായത് റേഡിയസ് ഓഫ് ദി സർക്കുലർ ഷീറ്റ് ഈസ് 24.5 മീറ്റേഴ്സ്. അപ്പോൾ നമുക്കിവിടെ ഈ ഷീറ്റിൻ്റെ റേഡിയസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? ഏരിയ ഓഫ് ദ സർക്കുലർ ഷീറ്റ് ഈക്വൽ ടു നമുക്കറിയാം ഫോർമുല ഇറ്റ് ഈസ് പൈ ആർ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? പൈ ആർ സ്ക്വയറിനെ പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ. ഇനി പൈ ഈക്വൽ ടു 22/7. അപ്പോൾ നമുക്ക് 22/7 ഇൻറ്റു റേഡിയസ് എത്രയാണ്? റേഡിയസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 24.5. അല്ലെങ്കിൽ നമുക്കതിനെ 49/2 എന്നും എഴുതാം. 49 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 49 ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഇവിടെ സിംപ്ലിഫിക്കേഷൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 7നെയും 49നെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 ഡിവൈഡഡ് ബൈ 7 ഇറ്റ് ഈസ് 1. 49 ഡിവൈഡഡ് ബൈ 7 ഇറ്റ് ഈസ് 7. അതുപോലെ 2 ആൻഡ് 22നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ഡിവൈഡഡ് ബൈ 2 ഇറ്റ് ഈസ് 1. 22 ഡിവൈഡ് ബൈ 2 ഇറ്റ് ഈസ് 11. അപ്പോൾ നമുക്കിവിടെ 11 ഇൻറ്റു 7 meters into 49 divided by 2 meters. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ 49 ഡിവൈഡ് ബൈ 2നെ 24.5 അങ്ങനെ എഴുതി ചെയ്യാം. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റനിൽ ചെയ്ത പോലെ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഇങ്ങനെ തന്നെ എഴുതി ചെയ്യാനാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ഇൻറ്റു 7 meters ഇൻറ്റു 49 meters. ഇത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്ത ശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ഇൻറ്റു 7 ഇറ്റ് ഈസ് 77 meters ഇൻറ്റു 49 meters ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് 77ഉം 49ഉം മൾട്ടിപ്ലൈ ചെയ്യാം. 77 ഇൻറ്റു 49. 9 sevens are 63. 6 9 sevens are again 63. 63 plus 6 69. 4 sevens are 28. Again 4 sevens are 28. 28 plus 2 30. Adding 3 9 plus 8 17. 1 plus 6 7 3. So we get 3773 divided by 2 meter into meter, meter square. അടുത്ത് നമുക്ക് 3773യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3773 divided by 2. നമുക്കറിയാം 2 ones are 2. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. 7 ബ്രിങ് ഡൗൺ ചെയ്യാം. ഇപ്പോൾ 70.
8 2s are 16. Again subtract ചെയ്യുമ്പോൾ 1. Again 7 bring down ചെയ്യാം. Again 2 8s are 16. Subtract ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടി. 3 bring down ചെയ്യാം. 2 6 are 12. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 കിട്ടി. അടുത്ത ബ്രിങ് ഡൗൺ ചെയ്യാൻ ഡിജിറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു ഡെസിമൽ ഇട്ടിട്ട് 0 ഇടാം. അതുപോലെ കോഷ്യനിലും ഒരു ഡെസിമൽ ഇടണം. ഇനി 0 ബ്രിങ് ഡൗൺ ചെയ്യാം. ഇപ്പം നമുക്ക് 10 ആണ്. നമുക്കറിയാം 5 2s are 10. ഇപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 1886.5, അതായത് 1886.5 മീറ്റർ സ്ക്വയർ. ഇതെന്താണ്? ഏരിയ ഓഫ് ദി സർക്കുലർ ഷീറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം എന്താ കണ്ടുപിടിച്ച്? റേഡിയസ് ഓഫ് ദി സർക്കുലർ ഷീറ്റ് കണ്ടുപിടിച്ചു. അതിനുശേഷം ഇപ്പോൾ ഏരിയ ഓഫ് ദി സർക്കുലർ ഷീറ്റും കണ്ടുപിടിച്ചു. പിന്നെ നമുക്കിവിടെ ഈ സർക്കിളിൻ്റെ ഏരിയയും സർക്കംഫറൻസും എല്ലാം കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലാസ് എങ്ങനെയാണ് കിട്ടുക, അതിൻ്റെ വീഡിയോസ് ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഒന്ന് പോയി കാണാം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.